ഉടുമ്പൻചോലയിൽ എം മണി തന്നെ മത്സരിക്കും. അനാരോഗ്യം കണക്കിലെടുത്ത് മറ്റു പേരുകൾ പരിഗണിച്ചിരുന്നു. എന്നാൽ എം മണി മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലാണ് CPM. ഉടുമ്പൻചോലയിൽ CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ഒറ്റ പേര് മാത്രമേ ഉണ്ടാകൂ. അത് എം മണിയുടേതായിരിക്കും. മറ്റൊരാളെ പരിഗണിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ മാത്രം മറ്റു പേരുകളെക്കുറിച്ച് ജില്ലാ നേതൃത്വം ആലോചിക്കും. എം മണിയുടെ ആരോഗ്യവും ടേം വ്യവസ്ഥയും പരിഗണിച്ച് മുൻ MP ജോയ്സ് ജോർജിന്റെ പേര് കൂടി മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന തലത്തിൽ തന്നെ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ CPM തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ശാരീരിക അവശതകൾ അലട്ടിയിരുന്നുവെങ്കിലും ആരോഗ്യം വീണ്ടെടുത്ത് എം മണി ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമാണ്. ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 10ഉം LDF-നൊപ്പമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആ ചിത്രം മാറി. ഇപ്പോൾ 5-5 എന്ന ബലാബലത്തിലാണ്. അതുകൊണ്ടാണ് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലം നിലനിർത്താൻ എം മണി വേണമെന്ന നിലപാടിലേക്ക് CPM എത്തുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം മണി വിജയിച്ചത്. 2021 എം മണിയുടെ ഭൂരിപക്ഷം 38,305 വോട്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ എം മണിക്ക് കഴിഞ്ഞു. വികസനം വോട്ടായി മാറുമെന്ന് എം മണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണ്. ഇതിനിടയിലുണ്ടായ വിവാദ പ്രസംഗങ്ങളൊന്നും മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കില്ല. ഇതാണ് എം മണി എന്ന ഒറ്റപ്പേരിലേക്ക് എത്താൻ CPM-നെ പ്രേരിപ്പിക്കുന്നത്. ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.